ഉടമ്പടി ജീവിതം നമുക്ക് നയിച്ചു നോക്കാം. മക്കളുണ്ടായില്ലെങ്കിൽ സാരില്ല. ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കുഞ്ഞുവാവയാ. തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സുമറാണി, ഹസ്ബൻഡിൻ്റെ പേര് വിനു, വാവയുടെ പേര് ഹന്ന. ഞങ്ങൾ വരുന്നത് നടുവട്ടം ഇടവകയിൽ നിന്നാണ്. എറണാകുളം ജില്ലയിലുള്ള സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് കാനഡയിലുള്ള ഹാമിൽട്ടൺ എന്ന് പറയുന്ന സിറ്റിയിലാണ്. ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു. അമ്മ മാതാവിൻ്റെ അനുഗ്രഹമാണ് ഹന്നമോള്. ഞങ്ങൾ കാനഡയിൽ നിന്ന് 2022 ഇവിടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് വന്നു. കാരണം മക്കളില്ലാതെ 7 കൊല്ലം കഴിഞ്ഞായിരുന്നു. കാനഡയിൽ പല കാര്യങ്ങൾ, പല ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. പക്ഷേ ഒത്തിരി മിസ്കാരേജുകളും മക്കളില്ലാത്ത അവസ്ഥ തന്നെയായിരുന്നു കാനഡയിൽ തന്നെ. അപ്പം ഞങ്ങൾ ഇന്ത്യയിലോട്ട് വന്നപ്പം ഞങ്ങൾ ഇവിടെ ഒരു നല്ലൊരു ആശുപത്രിയിൽ ഡോക്ടറെ കാണുകയും പ്രത്യേക കുഴപ്പങ്ങളൊന്നുമില്ല, മക്കൾ പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്നൊക്കെ ഡോക്ടർമാർ പറയുകയും ചെയ്തു. പക്ഷേ മക്കളുണ്ടായില്ല. ഞങ്ങൾ എന്നിട്ട് ജൂണിൽ 8, 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഉടമ്പടി ജീവിതം നയിക്കാൻ സാധിച്ചു. പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലുള്ള ഭക്തി വർദ്ധിക്കുകയും ഞങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ കാണാനും സാധിക്കുകയും ചെയ്തു. അതിനുശേഷം ഞങ്ങൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തു. IVFൻ്റെ ഒരു കോംപ്ലിക്കേഷനായ ഓവേറിയൻ ടോർഷൻ എന്നൊരു കോംപ്ലിക്കേഷൻ എനിക്കുണ്ടായി. ഓവറിയൻ ഹൈപ്പർ സ്റ്റിമുലേഷൻ ആൻഡ് ഓവറിയൻ ടോർഷൻ. അസാധ്യ വേദനയായിരുന്നു. അപ്പോൾ ഞാൻ ICUവിലായിരുന്നു. അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് സെപ്സിസ് ഉണ്ടായി. എൻ്റെ ഹാർട്ട് റേറ്റൊക്കെ താന്ന് അവരെനിക്ക് റിവൈവ് ചെയ്യേണ്ടി വന്നു. എൻ്റെ ജീവൻ രണ്ടാമത് എടുക്കേണ്ടി വന്നു. പക്ഷേ ദൈവാനുഗ്രഹത്തിൽ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാവാൻ എനിക്ക് സാധിക്കണമെന്ന് പറഞ്ഞ് മാത്രം പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പൂർണ്ണമായിട്ട് എൻ്റെ ഓവറിക്കൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെ എനിക്ക് തിരിച്ച് എനിക്ക് ബാക്ക് ടു നോർമൽ ലൈഫ്, നോർമലായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിച്ചു. ഫർദർ എനിക്ക് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടൊന്നും മക്കളുണ്ടായില്ല. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, അതായത് ഈശോ മാതാവും ഇടപെട്ടാൽ മാത്രമാണ് മക്കളുണ്ടാവുള്ളൂ. കാരണം മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനം. ആ ഒരു ബോധ്യത്തിലോട്ട് ഞങ്ങൾ എത്തിച്ചേർന്നു. നേഴ്സായ എനിക്ക് റാഷണൽ കാരണങ്ങൾ അറിയണം, കാരണങ്ങൾ കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണ് മക്കളില്ലാത്തതെന്നത് കാരണം കണ്ടുപിടിക്കാൻ വളരെയേറെ ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ബേസിക്കലി നമ്മൾ നാട്ടിൽ തന്നെ വന്നത്. പക്ഷേ വിശ്വാസവും സ്നേഹവും ഒക്കെ ഇതിലൂടെ കുഞ്ഞിനെ ലഭിക്കണം എന്ന ഒരു ബോധ്യം ഞങ്ങൾക്കുണ്ടായി. നവംബർ 2022 ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടുന്ന് തിരിച്ചു പോയപ്പോൾ മക്കളൊന്നും ഉണ്ടായില്ല. 7 കൊല്ലം കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾക്ക് ഉടമ്പടി ജീവിതം നമുക്ക് നയിച്ചു നോക്കാം. മക്കളുണ്ടായില്ലെങ്കിൽ സാരില്ല, സന്തോഷത്തോടെ ജീവിക്കാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ തിരിച്ചു പോയി. സങ്കടം ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ഉള്ളിൻ്റെ ഉള്ളിൽ വേറെ പിള്ളേരെ കാണുമ്പോൾ. പക്ഷേ ഉടമ്പടിയിൽ മാക്സിമം കുർബാന അറ്റൻഡ് ചെയ്ത്, മാക്സിമം കാരുണ്യ പ്രവർത്തികൾ ചെയ്ത്, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് വളരെ എളിമപ്പെട്ട് ജീവിക്കാൻ എനിക്ക് സാധിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാധിച്ചു. ഫർദർ ഞങ്ങൾ ഏകദേശം 1 ഇയർ ആഫ്റ്റർ അവർ ഉടമ്പടി ജൂലൈ 2023 എനിക്ക് നാച്ചുറലി ഒരു ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ലാതെ പ്രഗ്നൻസി പോസിറ്റീവായി. വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എനിക്ക് ഒത്തിരി മിസ്കാരേജ് ഉണ്ടായി. ഇങ്ങനെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് മിസ്കാരേജൊക്കെ ഉണ്ടായപ്പം ആദ്യമായിട്ട് പോസിറ്റീവ് അതായത് നോർമലായിട്ട് ബേബി പോസിറ്റീവായി കണ്ടപ്പോൾ സന്തോഷമായിരുന്നു. പക്ഷേ വീക്ക് 7 നമുക്ക് ഹാർട്ട് ബീറ്റിൻ്റെ അൾട്രാസൗണ്ട് ചെയ്യുവാൻ ഡോക്ടർ പറയും. അപ്പം ആ വീക്ക് 7 അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ ബേബി പിടിച്ചിരിക്കുന്നത് കോർണുവ എന്ന് പറയുന്ന സ്ഥലത്താണ് കണ്ടു. കോർണുവ എന്ന് പറയുന്നത് നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബും യൂട്രസിൻ്റെയും ഇടയിലുള്ള സ്പേസാണ്. അവിടെയാണ് നമ്മുടെ ഓവേറിയൻ ആർട്ടറിയും അങ്ങനെ വെയിനൊക്കെ ഇൻസേർട്ട് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പം അവിടെ ബേബി പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ബ്ലഡ് വെസൽസ് റപ്ചറായി മരിക്കും. അത് ഉറപ്പുള്ള കാര്യമായിരുന്നു. അപ്പം ഡോക്ടർ നമ്മൾ അങ്ങനെ അൾട്രാസൗണ്ട് കണ്ടപ്പം എമർജൻസി ആയിട്ട് നമ്മളെ സർജറിക്ക് പോസ്റ്റ് ചെയ്തു. പക്ഷേ ആ സർജറിക്ക് ഞങ്ങൾ കൺസെൻറ്റ് കൊടുത്തില്ല. അത് ലൈഫ് ത്രെട്ടനിങ് ആണ് എന്ന് നഴ്സായ നമുക്ക് അറിയാമെങ്കിലും കൺസെൻറ്റ് കൊടുത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഒരു മാതാവിൻ്റെ ഒരു ഫീലും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ധൈര്യവും നമുക്ക് കിട്ടി. അന്ന് അങ്ങനെ അതുകൊണ്ടാണ് ബേസിക്കലി നമുക്ക് കൺസെൻറ്റ് കൊടുക്കാൻ തോന്നാഞ്ഞത്.
മാതാവിൻ്റെ കാശുരൂപം ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു, എണ്ണ കയ്യിലുണ്ടായിരുന്നു. അത് രണ്ട് വെച്ചിട്ട് ആശുപത്രിയിലോട്ട് പോയത് പറഞ്ഞു. ഞങ്ങൾ കൺസെൻറ്റ് തരണില്ല. പക്ഷേ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ച് വിട്ടില്ല. കാരണം ബ്ലഡ് വെസൽ പൊട്ടി വയറിൽ ബ്ലഡ് നിറഞ്ഞ് മരിക്കും എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ, അതുകൊണ്ട് പ്ലേയിങ് വിത്ത് ദ ഫയർ എന്നാണ് ഹസ്ബൻഡിൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് പോലും നമുക്കൊരു ടെൻഷനും ഇല്ല. നമ്മൾ പറഞ്ഞു, ഇത് ഞങ്ങളുണ്ടാക്കിയ ബേബി അല്ല, ഞങ്ങൾക്ക് ദൈവം ദാനമായി തന്ന ബേബിയാണ്. മിറക്കിൾസ് വിൽ ഹാപ്പൻ ആൻഡ് മിറക്കിൾസ് ഡു ഹാപ്പൻ. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് 1 നൈറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്യണം, ഞങ്ങൾക്ക് സർജറി വേണ്ട. അപ്പം ഡോക്ടർ പറഞ്ഞു 1 നൈറ്റ് സ്പെൻഡ് ചെയ്തു. അപ്പം അവിടെ ഞങ്ങൾ ഫർദർ അൾട്രാസൗണ്ട് ചോദിച്ചു. അപ്പം 2 അൾട്രാസൗണ്ട് ചെയ്തപ്പോഴും സെയിം തിങ്, ബേബി കോർണുവേലാണ്, അതായത് ഫലോപ്പിയൻ ട്യൂബിൻ്റെയും അടുത്താണ്, അതിൻ്റെ ഒരു സ്പേസിലാണ്, ഒരു പ്രത്യേക സ്പേസിലാണ് ബേബിക്ക് ഒരിക്കലും എൻഡോമെട്രിയത്തിലോട്ട് മാറാൻ പറ്റില്ല. കാരണം ചെടി നടന്നതുപോലെയാണ് ബേബി പിടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു രാത്രി വേണം. അപ്പോൾ ഞങ്ങൾ 1 നൈറ്റ് കണ്ടിന്യൂസ് കൊന്തെത്തിച്ചു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിച്ചു, കാശുരൂപം വെച്ചിട്ട് വയറ്റത്ത് വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് നൈറ്റ് ഞാൻ മാതാവിനെ ഫീൽ ചെയ്തു. മാതാവ് എൻ്റെ അടുത്തുണ്ടായിരുന്നു, മാതാവിൻ്റെ സ്മെൽ എൻ്റെ അടുത്തുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ധൈര്യം തോന്നി. വിനു ഹസ്ബൻഡിനും സെയിം തിങ്. ഞങ്ങൾ ആരാധനകൾ കൂടി അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കേട്ടുകൊണ്ടിരുന്നു. ആരാധന കൂടി പ്രാർത്ഥിച്ചു. എനിക്ക് സ്പോട്ടിംഗ് ഉണ്ടായി അന്ന് രാത്രി. അപ്പം ഡോക്ടർ പറഞ്ഞാൽ സ്പോട്ടിംഗ് തുടങ്ങുക പറയേണ്ടത് ബിഗ് റപ്ചറിൻ്റെ തുടക്കമായിരിക്കും, യു ഗോണ ഡൈ, അതോ അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കുഞ്ഞുവാവയാണ് ഞങ്ങൾക്ക്. അപ്പം അങ്ങനൊരു ധൈര്യം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഫർദർ വീണ്ടും അൾട്രാസൗണ്ട് ചോദിച്ചു. പക്ഷേ ഞങ്ങൾ ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഡോക്ടർ ഓൾറെഡി 3D അൾട്രാസൗണ്ടിന് വേണ്ടി അങ്ങനെ റിക്വസ്റ്റ് ചെയ്തു. ഇത് ചെറിയൊരു കാര്യമാണ്, ട്യൂബൽ പ്രഗ്നൻസി എന്നുള്ളത് ഒരു ബിഗ് ഡീലല്ല. പക്ഷേ ആ ഡോക്ടർക്ക്, കനേഡയിലെ ഡോക്ടർക്ക്, ഓസ്ട്രേലിയയിലുള്ള ഡോക്ടർക്ക് ഓൺലൈൻ റെഫറൽ ചെയ്യുകയും അങ്ങനെ 3D അൾട്രാസൗണ്ട് വീഡിയോ ഒക്കെ എടുത്ത് അവർ റെഫറൽ ചോദിക്കുകയൊക്കെ ചെയ്തു. ഇത് ചെറിയൊരു കാര്യത്തിന് വേണ്ടി എൻ്റെ കേസ് ഇത്ര മാത്രം ഇമ്പോർട്ടൻസ് എടുത്ത് പരിഗണിക്കാൻ ഞാൻ ആരുമല്ല. നമുക്ക് മെറിറ്റില്ല, ബട്ട് ബൈ ഗ്രേസ് ആണ്. അപ്പം അതുകൊണ്ട് നമുക്ക് വളരെയേറെ ഇമ്പോർട്ടൻസ് തരികയും മാതാവിൻ്റെ, ഞങ്ങൾക്കിപ്പോൾ ഈ മീറ്റ് ചെയ്യുന്നവരെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, ഇത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാവേണ്ടുള്ള കുഞ്ഞുവാവയാണെന്ന് ഞങ്ങൾ എല്ലാവരും മീറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു. അൾട്രാസൗണ്ട് ചെയ്യണവരോടും അവിടെയുള്ള നഴ്സുമാരോടും കോവർക്കേഴ്സിനോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ മരിക്കും. അപ്പം അവരന്ന് വൈകുന്നേരം ഓപ്പറേഷന് ടൈം ലൈൻ തന്നു, കാരണം അടിയന്തരം പെട്ടെന്ന് കയറ്റാൻ പറ്റാത്തതുകൊണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഓസ്ട്രേലിയ ഡോക്ടർക്ക് മാത്രം അൾട്രാസൗണ്ടിൽ ചെറിയതായിട്ട് എൻഡോമെട്രിയം, യൂട്രസിൻ്റെ അകത്ത് ചെറുതായിട്ടൊരു കണക്ഷൻ കാണാൻ പറ്റി. പക്ഷേ കാനഡയിലുള്ള ഡോക്ടർമാർക്കൊന്നും കാണാൻ പറ്റിയില്ല. അപ്പം ഓൺ ഹിസ് പ്രോമിസ് നമ്മൾ വീട്ടിലോട്ട് വിട്ടു, 1 വീക്ക് വെയിറ്റ് ആൻഡ് വാച്ച് ആയിട്ട്. അങ്ങനെ വീട്ടിൽ വന്നു. 1 വീക്ക് കഴിഞ്ഞപ്പോൾ വീണ്ടും അൾട്രാസൗണ്ട് ചെയ്തു. ബേബി കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ യൂട്രസിൻ്റെ ഉള്ളിലോട്ട് പിടിച്ചു. അപ്പം എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയവരോട് എല്ലാവരോടും എനിക്ക് പറയാൻ പറ്റി, കാനഡയിലുള്ള ആൾക്കാരോടൊക്കെ എനിക്ക് മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയായിരുന്നു. ഫർദർ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ഫസ്റ്റ് ട്രൈമസ്റ്റർ സ്ക്രീനിങ് ഉണ്ട്. നമുക്ക് ആദ്യത്തെ 3 മാസം കഴിയുമ്പോൾ സ്ക്രീനിങ് ഉണ്ട്. അത് ഇങ്ങനെ അബ്നോർമാലിറ്റികൾക്ക്, ജനിതക വൈകല്യങ്ങൾക്കൊക്കെ ഉള്ളത്. അത് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പോസിറ്റീവ് ഫോർ ട്രൈസോമി 18 കണ്ടു. അതൊരു ജനിതക വൈകല്യമാണ്. അപ്പം ആ വൈകല്യത്തിന് പോസിറ്റീവ് കണ്ടപ്പം നമുക്ക് ടെൻഷനൊന്നുമില്ല, കാരണം ഈ കുഞ്ഞുവാവനെ മാതാവ് തന്നതാണ്, ഈശോയോട് ചോദിച്ചു തന്നത്. അപ്പം മാതാവ് നമ്മുടെ കേസ് ഫയൽ എടുത്തുകൊണ്ട് മാതാവ് സെറ്റാക്കി തരുമെന്ന് ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ട്. അപ്പം ഫർദർ NIPT എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇറ്റ് കെയിം നെഗറ്റീവ് ഫോർ എനി സോർട്ട് ഓഫ് അനോമാലീസ്, ബേബി ഹെൽത്തിയാന്ന് പറഞ്ഞു. അതിനുശേഷം എനിക്ക് വേറെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, സബ് കോറിയോണിക് ഹെമറേജ്. അത് ബ്ലീഡിംഗ് ആണ്. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ബ്ലീഡിംഗ് ആയിരുന്നു. 10 സെൻറ്റിമീറ്റർ ക്ലോട്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് ബ്ലീഡിംഗ് ഒക്കെ വരുമ്പോൾ തന്നെ ആയാലും ഒരു വല്ലാത്ത ഒരു ധൈര്യം ഉണ്ടായിരുന്നു മനസ്സിൻ്റെ ഉള്ളിൽ. ബ്ലീഡിംഗ് ഒന്ന് വന്നാലും കുഞ്ഞുവാവ എങ്ങും പോണില്ല, കാരണം ഇത് മാതാവിൻ്റെ കുഞ്ഞുവാവയാണ് എന്നൊരു ധൈര്യം നമുക്ക് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മൾ ഉടമ്പടി തൈലവും അതോടൊപ്പം തന്നെ കാശുരൂപവും ത്രൂ ഔട്ട് പ്രഗ്നൻസി എൻ്റെ വയറ്റത്ത് തന്നെയായിരുന്നു കാശുരൂപം. കാരണം
നമുക്ക് ചലഞ്ചിങ് സിറ്റുവേഷൻസ് വന്നപ്പോൾ ഭയങ്കരമായിട്ട് ധൈര്യം കിട്ടി ആ ഒരു ഉടമ്പടി തൈലവും കാശ് രൂപവും. ഫർദർ അത് കോംപ്ലിക്കേഷൻസ് ഇപ്പോൾ ബെഡ് റെസ്റ്റ് പറഞ്ഞായിരുന്നു എനിക്ക്. ബെഡ് റെസ്റ്റ് ചെയ്തുകൊണ്ട് പോയി വന്നു. പക്ഷേ ലേറ്റർ നമ്മുടെ ഫൈനൽ ട്രൈമസ്റ്ററിൽ ബേബിയുടെ ഗ്രോത്തിന് ചെറിയൊരു പ്രശ്നം അവർ പറഞ്ഞു. ഗ്രോത്ത് അപ് ടു ദ പാറല്ല, പെർസെൻറ്റൈൽ പ്രശ്നങ്ങൾ പറഞ്ഞു. പ്രിറ്റി നോർമലാണ്. പക്ഷേ ഇവളുടെ പെട്ടെന്ന് പെർസെൻറ്റൈൽ ഡ്രോപ്പ് വന്നപ്പോൾ എനിക്കെന്തോ ഉള്ളിൽ തോന്നി, ഞാനിങ്ങനെ ബെഡ് റെസ്റ്റ് ചെയ്തിട്ട് കിടന്നിട്ട് കാര്യമില്ല, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ മാറാവുന്നതായിട്ടുള്ള അസുഖങ്ങളും വാവയുടെ ഗ്രോത്തൊക്കെ ഉള്ളൂ എന്നൊരു ഒരു 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 ഉൾവിളി തോന്നി. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയിൽ സ്വീകരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹീലിംഗ് ഉണ്ടാകും എന്നൊരു ബോധ്യം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ വിശുദ്ധ കുർബാന കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ സ്വീകരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഫർദർ അത് ആ കോംപ്ലിക്കേഷനും വളരെ മനോഹരമായി മാറി. എനിക്ക് സിസേറിയൻ സെക്ഷനിലൂടെ ബേബീനെ പുറത്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം ബേബി ബ്രീച്ചായിരുന്നു. ആ ബേബി ഓട്ടോമാറ്റിക് കർത്താവ് തന്നെ പ്രസവിക്കേണ്ട സമയത്ത് തിരിച്ചു തരികയും മാതാവ് ശരിക്കും ഡോക്ടറെ പോലെ വന്ന് വളരെ സ്മൂത്ത് ഡെലിവറിയും സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു. ഫർദർ ബ്രസ്റ്റ് ഫീഡിങ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഒരു ഭയങ്കര ഒരു അമ്മയുടെ വാത്സല്യത്തോടു കൂടി കൃപാസന മാതാവിൻ്റെ ഫീൽ എനിക്ക് തന്നു. അതോടൊപ്പം തന്നെ ത്രൂ ഔട്ട് ദ ജീവിതത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായി ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ആ വിശ്വാസത്തിലുള്ള ഞങ്ങളുടെ വളർച്ച വളരെ 100% ആക്കി. 100 പറയാൻ പറ്റില്ല, കാരണം സ്റ്റിൽ വി ആർ ഹ്യൂമൻസ്. ഒരു 98% വിശ്വാസം, അതായത് കംപ്ലീറ്റ് വിശ്വാസം ദൈവത്തിൽ ഞങ്ങൾക്ക് അർപ്പിക്കാൻ സാധിച്ചു. ഇനിയും ചലഞ്ചിങ് സിറ്റുവേഷൻസ് വരുമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദിയുണ്ട്. ബേബി പ്രിറ്റി ഹെൽത്തിയാണ് സോ ഫാർ ജേർണിയിൽ ഞങ്ങൾ കുടുംബത്തിന്. അതോടൊപ്പം തന്നെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമുണ്ട്. എനിക്ക് എന്ത് ക്രേവിങ് പ്രഗ്നൻസി ടൈമിൽ ഹസ്ബൻഡ് ഞാനും മാത്രമാണ് കാനഡയിൽ. അപ്പം എന്ത് ക്രേവ് ചെയ്യും, ഫോർ എക്സാമ്പിൾ ഒരു ഷ്രിംപ് കറി, ഇവിടെ ചെമ്മീൻ കറി ആഗ്രഹിച്ച ആരെങ്കിലും എനിക്ക് ഷ്രിംപ് കറി കൊണ്ടുവന്ന് തരാറുണ്ടായിരുന്നു. അപ്പം അതുപോലെ എന്ത് കുഞ്ഞാഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ ഈ ഉടമ്പടി കാലയളവിൽ എനിക്ക് ഒത്തിരി അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പുറപ്പാട് 34:10 കർത്താവ് അരുളി ചെയ്തു, ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു, ലോകത്തിലൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും. നിൻ്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും. നിനക്ക് വേണ്ടി ഞാൻ ചെയ്യുവാൻ പോകുന്നത് ഭയാനകമായ കാര്യമാണ്. പ്രിയമുള്ളവരെ, സുമറാണി ജാസിൻ്റെ സാക്ഷ്യം അത്ഭുതത്തോടെയാണ് നാം ഓരോരുത്തരും കേട്ടിരിക്കുന്നത്. കാരണം ഈ ഒരു കുഞ്ഞിനെ കരങ്ങളിലേന്തിക്കൊണ്ട് ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഉദരത്തിലായ നിമിഷം മുതൽ എത്ര കണ്ട് ഗുരുതരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ മകൾ കടന്നുപോയെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളില്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇടയ്ക്ക് വെച്ച് രണ്ടുപേരും കൂടി ചികിത്സ മുഴുവനും ഇനി നിർത്തുന്നു. അമ്മ മാതാവിൽ മാത്രം ആശ്രയിച്ച് ഉടമ്പടിയിൽ മാത്രം ജീവിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളില്ലെങ്കിൽ കൂടിയും ഞങ്ങൾ സന്തോഷത്തോടെ പരിശുദ്ധമ്മയുടെ ഉടമ്പടിയിൽ ജീവിക്കുമെന്ന് അത് സാക്ഷ്യത്തിൻ്റെ വാക്കുകളിലൂടെ പറയുമ്പോൾ നമ്മളെ തന്നെ അത് എത്ര കണ്ട് ഉടമ്പടി ജീവിതം അവരെ നന്നായി വരിഞ്ഞു മുറുക്കി വിശ്വാസത്തിലാക്കിയിരിക്കുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കുഞ്ഞുങ്ങളില്ലെങ്കിലും ഞങ്ങൾ ഉടമ്പടിയിൽ ഉറച്ച് സന്തോഷത്തോടെ ഹാപ്പിയായി ജീവിക്കുമെന്ന് അങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന ഒരു ദാമ്പത്യ ജീവിതം. അത് മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഉദരത്തിൽ സാധാരണ പോലെ ഉരുവാകുന്ന നിമിഷം മുതൽ തന്നെ മുഴുവൻ കോംപ്ലിക്കേഷൻസ്, ഒരു തരത്തിലും പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകുവാനാവാത്ത സാഹചര്യങ്ങൾ, ഏറ്റവും മികച്ച ഹോസ്പിറ്റലിൽ പോലും ഒരു തരത്തിലും അത് മുന്നോട്ട് ക്യാരി ചെയ്യാൻ പറ്റില്ല എന്ന് പൂർണ്ണമായി അറിയിക്കുമ്പോഴും മകള് ജീവിത പങ്കാളിയോടൊപ്പം ഉടമ്പടി കാശുരൂപവും ഉടമ്പടി തൈലവും തങ്ങളുടെ കരങ്ങളിൽ പിടിച്ച് മുദ്രത്തിൽ കുരിശടയാളം വരച്ച് പൂശിക്കൊണ്ടും പറയുന്നത്, ഇത് കൃപാസന മാതാവ് നൽകുന്ന ബേബിയാണ്, അതുകൊണ്ട് ഇതിനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യുമെന്ന്.
ജീവിതം അപകടകരമാണെന്ന് ഡോക്ടർമാർ പറയുമ്പോഴും ഒരു അപകടവും ഉണ്ടാവില്ലെന്ന് മകൾ ധൈര്യത്തോടെ പറയുന്നതാണ് വിശ്വാസമെന്ന് പറയുന്നത്. സാക്ഷ്യം നമ്മൾ ശ്രദ്ധിച്ചു. മുഖത്ത് മുഴുവനും പുഞ്ചിരിയോടുകൂടി മാത്രമേ അവൾ സംസാരിക്കുന്നുള്ളൂ. എന്നാൽ ആ കാലഘട്ടം അറിയുന്ന ആർക്കും അത് ഒന്ന് ശാസ്ത്രീയമായി പരിശോധിക്കുമ്പോൾ ഏറ്റവും ക്ലേശപൂർണമായ, ഏറ്റവും അപകടകരമായ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ലഭിക്കുവാൻ ഒട്ടും സാധ്യതയില്ലാത്ത എല്ലാ സാഹചര്യത്തിലൂടെയുമാണ് ഈ കുടുംബം കടന്നുപോയത്. ഇടയ്ക്ക് ജനിതക വൈകല്യങ്ങളെക്കുറിച്ച് ഡോക്ടർമാർ സൂചിപ്പിക്കുന്നുണ്ട്. നോർമൽ ഡെലിവറിക്ക് സാധ്യതയില്ലാത്ത കുഞ്ഞിൻ്റെ പൊസിഷനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഓവർ ബ്ലീഡിങ്ങിൻ്റെ സാഹചര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് മുഴുവൻ എതിർ സാഹചര്യങ്ങളാണ് ലഭിക്കുന്നതെങ്കിലും ഒരിക്കൽ പോലും മനസ്സിടറാതെ അമ്മ മാതാവ് ഉരുവാക്കിയ ബേബിയെങ്കിൽ അമ്മ മാതാവ് ഡോക്ടറായി വന്ന് വേണ്ടത് ചെയ്തു തരുമെന്ന വിശ്വാസമാണ് ഈ മക്കളെ മുന്നോട്ട് നയിച്ചത്. അതിൻ്റെ അനുഗ്രഹമാണ് ആരോഗ്യമുള്ള കുഞ്ഞ് സാധാരണ ഡെലിവറിയിലൂടെ ഈ മകളുടെ കയ്യിൽ ഇന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി എത്ര കണ്ട് ക്വാളിറ്റി ചേഞ്ച് കൊണ്ടുവരുന്നുവെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പൂർണ്ണമായി വിശ്വസിക്കുന്നവർക്ക് അസാധ്യമായ കാര്യങ്ങൾ നിസ്സാരമായി ദൈവം അനുവദിച്ചു കൊടുക്കുന്നു. സംശയിക്കാതെ പ്രാർത്ഥിക്കുന്നവർക്ക് ഏത് അപകടകരമായ അവസ്ഥയിലും രക്ഷയും സമാധാനവും ഐശ്വര്യവും ദൈവം അനുവദിച്ചു നൽകുന്നു. വലിയ രോഗത്തിൻ്റെ തീവ്രത നമ്മളോട് ആവർത്തിച്ച് ഡോക്ടർമാർ പറയുമ്പോഴും ഡോക്ടർമാർക്ക് അറിവ് കൊടുക്കുന്ന ദൈവമാണ് വലുതെന്ന് കരുതുന്നവർക്ക് ഒരു കുഴപ്പവുമില്ലാതെ പൂർണ്ണമായ ആരോഗ്യത്തിലേക്കും സ്വസ്ഥതയിലേക്കും ജീവിതം നയിക്കാൻ പറ്റുന്ന വിധത്തിൽ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തി കൊടുക്കുന്നു. ഇതാണ് സാക്ഷ്യം. ഇത് വിശ്വാസത്തിൻ്റെ പുറത്ത് ദൈവം നെയ്തെടുക്കുന്ന ജീവിതങ്ങളുടെ അനുഭവങ്ങളാണ്. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെയും ദൈവത്തിൽ കൂടുതൽ ശരണപ്പെടുത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച, ഈ കുഞ്ഞിലൂടെ ഈ ദമ്പതികൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം.